സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കോതമംഗലം മാർ ബേസിൽ സ്കൂളിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് മന്ത്രിക്ക് കത്ത് നൽകി ഡീൻ കുര്യാക്കോസ് എം.പി. സ്കൂൾ കായികമേളയിൽ കോതമംഗലം മാർ ബേസിൽ സ്കൂളിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടു. എറണാകുളത്ത് സംഘടിപ്പിച്ച സ്കൂൾ ഒളിമ്പിക്സിനിടെ നടന്ന അവിചാരിതമായ സംഭവങ്ങളെ തുടർന്നാണ് മാർ ബേസിൽ സ്കൂളിന് മത്സരങ്ങളിൽ നിന്നും വിലക്കേർപ്പെടുത്തിയിരുന്നത്. അതീവ ദുർഘട പ്രദേശങ്ങളിലും ആദിവാസി മേഖലകളിൽ നിന്നുൾപ്പെടെ സംസ്ഥാനത്ത് നൂറുകണക്കിന് കായിക താരങ്ങളെ സൃഷ്ടിച്ച വിദ്യാലയമാണ് മാർ ബേസിൽ സ്കൂൾ. അഭിമാനാർഹമായ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഈ സ്കൂളിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് നിലവിൽ അധ്യയനം നടത്തുന്നവരും ഭാവിയിലെ വാഗ്ദാനങ്ങളുമായി നിരവധി കായിക പ്രതിഭകൾക്ക് തിരിച്ചടിയാണ്. കായികമേളയ്ക്കിടെ അവിചാരിതമായി ഉണ്ടായ സംഭവങ്ങളിൽ സ്കൂൾ അധികൃതർ ഖേദം പ്രകടിപ്പിക്കുകയും ആ വിവരം മന്ത്രിയെ അറിയിക്കുകയും ചെയ്ത കാര്യവും എം.പി. കത്തിൽ ഓർമ്മിപ്പിച്ചു. കോതമംഗലം മാർ ബേസിൽ സ്കൂള് കായിക കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത് വളരെ നിസ്തുലമാണ്. എല്ലാവർക്കും അറിയാം, മാർ ബേസിൽ സ്കൂളിൻ്റെ ഒരു വലിയ കുത്തകയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയൊക്കെ. കാരണം അത്രത്തോളം അധ്വാനിച്ചാണ്, അത്രത്തോളം വലിയ പരിശീലനങ്ങൾ നൽകിയാണ് ആ നേട്ടങ്ങളൊക്കെ സ്കൂളിൻ്റെ പേരിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കേവലം സ്കൂളിന് മാത്രമുള്ള നേട്ടങ്ങളല്ല, എത്രയോ കായിക പ്രതിഭകൾക്കാണ് ആ വിധത്തിൽ പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ സ്കൂൾ കായികമേളയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥിതി മാർ ബേസിൽ സ്കൂളിന് ബാൻ ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ ഒരു സംഭവം എന്ന് പറയുന്നത് ആരും അവിടെ ക്രിയേറ്റ് ചെയ്തതല്ല, മനഃപൂർവ്വമായി സൃഷ്ടിച്ചെടുത്തതല്ല. പെട്ടെന്നുണ്ടായ ഒരു വികാരവിക്ഷോഭത്തിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തെ അവധാനതയോടുകൂടി കാണുവാനും വേണ്ട വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിക്കാനും അന്ന് സർക്കാർ ഭാഗത്തു നിന്നുള്ള ആളുകൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു വസ്തുതയാണ്. അത് അവിടെ വെച്ച് അവസാനിച്ച ഒരു കാര്യവുമാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു പ്രവൃത്തി തീർത്തും പ്രതിഷേധകരമാണ്. മാർ ബേസിൽ സ്കൂളിന് തുടർന്നുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം നിഷേധിച്ചിരിക്കുകയാണ്. അത് കേവലം സ്കൂളിന് മാത്രമുള്ള ഒരു ബാനായിട്ടല്ല കാണാൻ കഴിയുക, മറിച്ച് അവിടെ പരിശീലനം നടത്തുന്ന നൂറുകണക്കിന് കുട്ടികൾക്കെതിരെയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് കാണാൻ കഴിയുക. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഗവൺമെൻറ് ആ തെറ്റ് തിരുത്തണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ തെറ്റ് പിൻവലിച്ച് അവർക്ക് തുടർന്നും കായിക പരിശീലനം നടത്തുവാനും തുടർന്നുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കണം. ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബന്ധപ്പെട്ടയാളാണ്. അപ്പോൾ ഈ അവസാനം ഈ തരത്തിലുള്ള ഒരു നിരോധനം മാർ ബേസിൽ സ്കൂളിനെതിരെ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമായി ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അനുഭാവപൂർണ്ണം ഇത് പരിഗണിക്കാമെന്നും അപ്പീൽ അനുസരിച്ച് അവർക്ക് ആ ഒരു തരത്തിലുള്ള പരിഗണന കൊടുക്കുമെന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.